ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഹോളി ആഘോഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഹോളി ആഘോഷിക്കാനായിട്ട് എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. താഴെ ബഹളം തുടങ്ങിക്കഴിഞ്ഞു. പാട്ടും ഈ കളർ വെച്ചിട്ടുള്ള കളികളും എല്ലാം തുടങ്ങി. ഞങ്ങൾ താഴെ പോയി ഒന്നും കളിക്കുന്നില്ല. ഇവിടെ ബാൽക്കണിയിൽ തന്നെയാണ് ഞങ്ങൾ ഹോളി ആഘോഷങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കാരണം താഴെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് നമ്മൾ തിരിച്ചു വരുന്നത് പോലും നമുക്കറിയത്തില്ല. നമ്മളെ കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല. ആ രീതിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അത് തന്നെയല്ല, മോൻ എക്സാമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പോയി കളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ പനിയും മറ്റ് അസുഖങ്ങളും കൂടെ കാണും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ബാൽക്കണിയിൽ കുറച്ച് നേരം കളിക്കാനായിട്ട് എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കളറുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം മേടിച്ച ഒരു ഗണ്ണ് ഉണ്ട് ഈ ഹോളി കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതൊക്കെ വെച്ചിട്ടാണ്. ഇത്തവണ നമ്മൾ പുതിയതായിട്ടൊന്നും മേടിച്ചില്ല, കളറുകൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഹോളി ആഘോഷങ്ങളാണ്. പിന്നെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും കൂടെ നമുക്ക് അതിനകത്തായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്ന് ഹോളി കളേഴ്സ് എല്ലാം തേച്ചിട്ട് പോയി. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. അവർ നമ്മുടെ റൂമിൽ വന്ന് തേച്ചിട്ട് പോകും. അതുപോലെ താഴെ വന്ന് ഹോളി കളിക്കാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ താഴെ പോയില്ലെങ്കിൽ ഞങ്ങളെ തിരക്കിയ ആൾക്കാർ ഇവിടെ വരും. ഇന്നിപ്പോൾ 3-4 വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഫ്ലാറ്റിലുള്ള മിക്ക ആൾക്കാരും നമുക്കിവിടെ വരും. താഴെ പോകാത്തവരെയൊക്കെ വീട്ടിൽ വന്നിട്ട് അവർ കളറ് പൂശിയിട്ടേ പോകത്തുള്ളൂ. ചേട്ടന് ഓഫീസിൽ പോകണമായിരുന്നു കേട്ടോ. ഇവിടെ ചില കമ്പനികളിലൊക്കെ ഇന്ന് വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ ചേട്ടന് വൈകിട്ട് വന്നിട്ടേ നമുക്ക് ഈ ഹോളി രംഗമൊക്കെ തേക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പം ഓഫീസിൽ നിന്ന് തന്നെ അവർ കളറൊക്കെ അടിച്ചിട്ടായിരിക്കും വരുന്നത്. എന്തുവാണെന്ന് അറിയില്ല, നോക്കാം. അപ്പോഴേക്കും ഇവിടെ വെദ്രിയും വിഷയം കൂടെ ഹോളിയുടെ കളികളെല്ലാം കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. താഴെ പോയി ഹോളി കളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ വലിയ സൗണ്ടിൽ അവിടെ സ്പീക്കറിൽ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാട്ട് കേട്ടിട്ടാണ് ഇഷ ഇവിടെ കളിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതേപോലെ ഹോളി എൻജോയ് ചെയ്യുന്നത് പ്രത്യേകതയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും കാണും. അതുപോലെ ഈ കളേഴ്സ് എല്ലാം കൂടെ വെള്ളത്തിൽ കലക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കലും പാട്ടിനകത്ത് ഡാൻസ് കളിക്കലും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. ചേട്ടൻ ഓഫീസിൽ നിന്ന് വരാൻ കാത്തിരിക്കുമായിരുന്നു ഇവിടെ രണ്ടുപേരും കൂടെ ഈ കളറെല്ലാം തേക്കാനായിട്ട്. ഞാനാണെങ്കിൽ കുളിച്ച് റെഡിയായി നിൽക്കുമായിരുന്നു. എൻ്റെ പുറത്തും ചേട്ടൻ വീണ്ടും കൊണ്ടുവന്ന് തേച്ച് വീണ്ടും കുളിക്കേണ്ടതായിട്ട് വന്നു. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ റെഡിയായിട്ട് ഇവിടെ അടുത്തുള്ളൊരു മലയാളിക്കടയിൽ പോകാനായിട്ട് റെഡിയാവുകയാണ്. മലയാളിക്കട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഇവിടെ അല്ലാത്ത സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സാധനങ്ങളെല്ലാം നമ്മൾ മലയാളിക്കടയിൽ നിന്നാണ് പോയി മേടിക്കുന്നത്, നാട്ടിലെ സാധനങ്ങളൊക്കെ. അപ്പോൾ അവിടെ അടുത്തായിട്ട് തന്നെ ഒരു ഹോട്ടലും ഉണ്ട്. അതും ഇവരുടെ തന്നെയാണ്, മലയാളി ഹോട്ടലാണ് അതും. അവിടെ ഇഡലി, സാമ്പാർ, രാവിലെ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം ഉണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് ഊണുണ്ട്, പിന്നെ കപ്പ ബിരിയാണി, പൊറോട്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് പിള്ളേർ പറയുന്നു പൊറോട്ട വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ അത് മാറുന്നോന്ന് അറിയത്തില്ല. അത് പറ്റുമെങ്കിൽ അത് നോക്കണം. അതെന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം മലയാളി കടയിലോട്ട് പോകാൻ റെഡിയാവുക. ഇപ്പം നമ്മൾ മലയാളി കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ഓരോ മെനു ഒന്ന് ചേഞ്ച് ചെയ്തു. അവർക്ക് ഇത്തവണ പൊറോട്ടയൊന്നും വേണ്ട, ബിരിയാണി മതിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ബിരിയാണിയെക്കാളും നല്ലത് നമ്മൾ വേറൊരു കടയുണ്ട് സ്ഥിരം മേടിക്കുന്ന, അവിടെ നിന്ന് മേടിക്കാമെന്ന് പ്ലാൻ ചെയ്തു. ഇവിടുന്ന് നമ്മൾ കട്ട്ലറ്റും സമൂസയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാം. ഇവർ തന്നെയാണ് രണ്ടും, അടുത്തടുത്ത് തന്നെയാണ് സൂപ്പർ മാർക്കറ്റും ഹോട്ടലും ഉള്ളത്. ഇതാണ് മലയാളി സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. മെയിനായിട്ട് നമ്മളിവിടുന്ന് വെളിച്ചെണ്ണയാണ് മേടിക്കുന്നത്.
കാരണം ഇവിടുത്തുകാർ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് എന്തെങ്കിലും സബ്ജി ഉണ്ടാക്കി കൊടുത്താൽ തന്നെ, പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ അവർ കഴിക്കാറില്ല. അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല, പ്രത്യേകിച്ച് തന്നെ മണമൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ചേട്ടൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള കറി ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അവർ ഷെയർ ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ പിള്ളേരുടെ സ്കൂളിലാണെങ്കിലും അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പം നമുക്ക് വേണ്ടി മാത്രം എന്ന് വെച്ചാൽ മീൻകറിയൊക്കെ വെക്കാനോ ഇറച്ചിക്കറി വെക്കാനോ ഒക്കെയാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവർ ഓഫീസിലോ സ്കൂളിലോ ഒക്കെ പോകുമ്പം ഞാൻ അല്ലാതെ ഇവിടുത്തെ എണ്ണ ഉപയോഗിച്ചിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ നാട്ടിൽ അരി, കപ്പ ഇതെല്ലാം ഇവിടെ കിട്ടും. പിന്നെ എല്ലാ സാധനങ്ങളും, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വരും. ഈ മസാലയും പിന്നെ സാമ്പാർ പൊടി എല്ലാം ഇവിടെ കിട്ടും. പിന്നെ ബദ്രി എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ബേക്കറി ഐറ്റംസ് ഇരിക്കുന്ന ഭാഗത്തോട്ടാണ്. അവൻ അവിടെ നിന്ന് കുറേ ഐറ്റംസ് മേടിക്കാനുണ്ട്, അവന് ഏതാണ്ടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ചേട്ടനെ 1-2 തവണ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, വയറ് കേടാവും, നീ ഇതൊന്നും കഴിക്കണ്ടെന്ന്. പക്ഷേ വല്ലപ്പോഴും അല്ലേ 1-2 ഐറ്റംസൊക്കെ അവൻ്റെ ഇഷ്ടമുള്ളത് മേടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പണി തരാനായിട്ട് ലഡു എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തപ്പിപ്പോയിട്ടുണ്ട്. കാരണം ഞാനിപ്പം ഷുഗർ കട്ടാണ്, അങ്ങനെ മധുരങ്ങളൊന്നും കഴിക്കാറില്ല. എൻ്റെ ഫേവറേറ്റാണ് ലഡുവും അലുവ, ജിലേബി എന്നൊക്കെ പറയുന്നത്. എനിക്കിതൊക്കെ നിർത്താൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. കഴിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഇവൾ എന്നെ ഒന്ന് പരീക്ഷിക്കാനാണോ എന്നും അറിയത്തില്ല. അവളങ്ങനെ മധുരം വലുതായിട്ട് കഴിക്കുന്നവളല്ല. എന്നിട്ടും അവൾ പോയി ലഡു എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവൾക്ക് വേണമെന്ന് പറഞ്ഞ് അവളെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു കവർ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നെ അങ്ങനെ എൻ്റെ മനസ്സ് മാറ്റാനോ ഒന്നും പറ്റത്തില്ല. ഞാൻ മനസ്സുറച്ച് തന്നെ നിൽക്കുകയാണ്. ഞാൻ ഡയറ്റ് ഫോളോ ചെയ്ത് തന്നെ പോകത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും നമ്മളെ അറിയാവുന്നവരും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്, ചേട്ടൻ എന്താ വീഡിയോയിലൊന്നും വരാത്തതെന്ന്. ചേട്ടൻ ഇങ്ങനെ വീഡിയോയിലൊന്നും വരുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ ഇതിനകത്തൊന്നും ഉൾക്കൊള്ളിക്കാത്തത്. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ചേട്ടൻ പോലും അറിയാതെ എടുക്കുന്ന വീഡിയോകളാണ്. ചേട്ടൻ ചിലപ്പോൾ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ചേട്ടൻ അത് അറിയുന്നത് തന്നെ. അപ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പൊന്മാൻ OTTയിൽ റിലീസായിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. നല്ല സൂപ്പർ പടമാണ്, കാണാത്തവർ പോയി കാണുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.